ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗെയിമിംഗ് വീഡിയോ അല്ല കേട്ടോ, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റിൻ്റെ പേരാണ് പിസോ മാജിക് വോൾക്കാനോ. അപ്പോൾ ഇത് സക്സസ് ആവാമെന്ന് നമുക്ക് അറിഞ്ഞൂടാ, എല്ലാം നമ്മൾ ചെയ്യലാണ്. അപ്പോൾ ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു മെഷറിംഗ് സെല്ലോട് എടുത്തിട്ടുണ്ട്, ഫണ്ണിലെടുത്തിട്ടുണ്ട്, സ്പെച്ചുവൽ എടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ കോണിക്കൽ ഫ്ലാസ്ക് എടുത്തേക്ക്, പിന്നെ ഒരു ട്രേയും എടുത്തേക്ക്. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തത്. പിന്നെ കെമിക്കൽസ് ആയിട്ട് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, സിട്രിക് ആസിഡ് എടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് ഫുഡ് കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കെമിക്കൽസ് ആയിട്ട് എടുത്തത്. പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെരിമെൻ്റ് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നമ്മുടെ മെഷറിംഗ് സിലിണ്ടറിൽ ഈ 25 ml വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഒഴിച്ചെടുക്കാൻ പോരാണ് കേട്ടോ. കറക്റ്റ് 25 ml. ഓക്കെ, ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റ് 25 ml ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് ഫുഡ് കളറ് 2 തുള്ളി ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കാൻ പോലാണ്. 2 തുള്ളി. ഒന്നാമത്തെ തുള്ളി പോയി, രണ്ടാമത്തെ തുള്ളിയും പോയി. ഇനി നമ്മൾ ഈ സ്റ്റിക്ക് കൊണ്ട് ഇതിനെ നല്ലോണം ഇളക്കി വെള്ളം മൊത്തം റെഡ് കളറാക്കാൻ പോലെ കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല റെഡ് കളറാക്കുന്നത് ഇത് കണ്ടോ, ഇതുപോലെ നല്ലോണം റെഡ് കളറാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ട്രേ എടുക്കുക, കോണിക്കൽ ഫ്ലാസ്കും എടുക്കുക. എന്നിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് സ്പെച്ചുവൽ, അതായത് സ്പൂൺ കൊണ്ട് സിട്രിക് ആസിഡിൻ്റെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ 2 സ്പൂൺ ഇട്ട് കൊടുക്കലാണ്. സിട്രിക് ആസിഡ് എന്താണെന്നൊക്കെ അറിയാലോ. അതറിയില്ല, ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. സിട്രിക് ആസിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബേക്കിംഗ് സോഡയും 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ 2 സ്പൂൺ ഇട്ട് കൊടുക്കാൻ പോലെ കേട്ടോ. ഒന്നാമത്തെ സ്പൂണായി, രണ്ടാമത്തെ സ്പൂണായി. സിട്രിക് ആസിഡ് ഒരു പഞ്ചസാര പോലെ കേട്ടോ. എന്നാൽ ബേക്കിംഗ് സോഡ നല്ല പൊടിയായിട്ടുണ്ട്. ഓക്കെ, നമ്മളത് നല്ല ഇട്ടതിന് ശേഷം കൈക്കൊന്ന് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ നല്ലോണം ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷേക്ക്. ഓക്കെ, നല്ലോണം ഷേക്കാകുന്നുണ്ട്. ഇനി നമ്മൾ ഫണ്ണിലെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫണ്ണിലെടുത്ത് ഇതിൻ്റെ മേലെ വെച്ച് എന്നിട്ട് ഈ റെഡ് കളർ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. സോഡ ബോട്ടിലൊക്കെ തുറക്കുന്ന അരി. നമ്മൾ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയി. ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ നിങ്ങൾക്കറിയാം, ബേക്കിംഗ് സോഡയും സിട്രിക് ആസിഡും കൂടി മിക്സ് ആക്കിയതിലേക്ക് വെള്ളം പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ആയിട്ട് അതിലേക്ക് വെള്ളം വരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ആകുകയും ബബിൾസ് വരികയും നോക്കുമ്പോൾ ഒരു സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന മാതിരി നമുക്ക് തോന്നും. കണ്ടില്ലേ, സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന മാതിരി തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഈ ട്രേ വെച്ച് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. മൊത്തം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രേ വെച്ച് നന്നായിട്ടുണ്ട്. പിന്നെ റെഡ് കളർ ഇട്ടിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ സിട്രിക് ആസിഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് ഇടണം കേട്ടോ. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. കാരണം ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ സിട്രിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങപ്പൊടി ആണ് സംഭവം. ബട്ട് ഇതിൻ്റെ പുറകെ എഴുതിയിട്ടുണ്ട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നു, പിന്നെ ഗ്ലൗസ് ഇടണം, കൈമിലൊക്കെ ആയാൽ, കണ്ണിലും കൈമിലൊക്കെ ആയാൽ ഭയങ്കര പ്രശ്നം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.